എല്ലാവർക്കും നമസ്കാരം. CAIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് വെറുമൊരു കണക്കല്ല, മറിച്ചൊരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ്. അപ്പോ ആ കഥ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോ ഈ കാണുന്ന നമ്പറുകൾ ഇതൊക്കെ ശരിക്കും എന്താണ് പറയുന്നത്? ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബോറൻ കണക്ക് പുസ്തകമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു കമ്പനിയുടെ ഹൃദയമിടിപ്പാണ്. പണം എവിടുന്നൊക്കെ വരുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു എന്നതിന്റെ ഒരു ക്ലിയർ പിക്ചർ. അപ്പോ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിറ്റക്റ്റീവിനെ പോലെ ഈ കഥയുടെ ചുരുളഴിക്കാം. ഇന്ന് നമ്മൾ 5 കാര്യങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്യാഷിന്റെ 3 അടിസ്ഥാന തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ആ പ്ലസ് മൈനസ് ചിഹ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ 8 തരം ബിസിനസ് സ്റ്റോറികൾ നമ്മൾ പഠിക്കും. അതിനുശേഷം ചില പ്രധാനപ്പെട്ട അനാലിസിസ് പ്രിൻസിപ്പിൾസ്, അവസാനം പരീക്ഷയിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനൊരു 6 സ്റ്റെപ്പ് പ്ലാനും പറഞ്ഞുതരാം. ഓക്കേ, അപ്പം നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കമ്പനിയിൽ നടക്കുന്ന ഏതൊരു ക്യാഷ് ട്രാൻസാക്ഷനും ഈ 3 കാറ്റഗറിയിൽ ഒന്നിൽ വരും. ഇത് ക്ലിയറായി മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം ഈസിയാണ്. അതെ, ഇതാണ് ആ 3 തൂണുകൾ. ഏതൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെയും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. ഒന്നാമത്തേത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, രണ്ടാമത്തേത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, പിന്നെ മൂന്നാമത്തേത് ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ്. പേടിക്കണ്ട, നമുക്ക് ഓരോന്നും എന്താണെന്ന് സിമ്പിളായി നോക്കാം. അപ്പോ ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് സിമ്പിളാണ്. ഒരു കമ്പനിയുടെ കോർ ബിസിനസ്സിൽ നിന്നും വരുന്നതും പോകുന്നതുമായ പണമാണിത്. അതായത് അവരുടെ മെയിൻ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, സാധനങ്ങൾ വാങ്ങാൻ ചിലവാക്കുന്നത്, ഇതെല്ലാമാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ചുരുക്കി പറഞ്ഞാൽ ഡേ ടു ഡേ ബിസിനസ്. രണ്ടാമത്തേത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായും ലോങ് ടേം ആസറ്റ്സ്. ഒരു പുതിയ മെഷീൻ വാങ്ങുന്നത്, ഒരു കെട്ടിടം പണിയുന്നത്, അല്ലെങ്കിൽ പഴയ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത്, ഇതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. ഫ്യൂച്ചറിലേക്കുള്ള നിക്ഷേപങ്ങൾ എന്നോർത്താൽ മതി. ഇനി മൂന്നാമത്തേത് ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഇത് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ പണം എവിടെ നിന്ന് കിട്ടുന്നു, ആ പണം എങ്ങനെ തിരികെ കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, എടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഇതെല്ലാം ഫൈനാൻസിംഗിന്റെ ഭാഗമാണ്. ഓക്കേ, അപ്പം നമുക്ക് 3 തൂണുകളും മനസ്സിലായി. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ പ്ലസ് മൈനസ് ചിഹ്നങ്ങൾ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് ആ കഥ മുഴുവനായിട്ട് വായിച്ചെടുക്കാൻ പറ്റൂ. ഇത് വളരെ സിമ്പിളായൊരു റൂളാണ്. പോസിറ്റീവ് എന്ന് കണ്ടാൽ അതിനർത്ഥം പണം കമ്പനിക്ക് അകത്തേക്ക് വരുന്നു, അതായത് ക്യാഷ് ആൻഡ് ഫ്ലോ. നെഗറ്റീവ് എന്ന് കണ്ടാലോ പണം കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇപ്പോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയെന്നർത്ഥം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നെഗറ്റീവ് ആണെങ്കിൽ എന്തോ വാങ്ങാൻ വേണ്ടി ക്യാഷ് ചെലവാക്കി. ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ലോൺ എടുത്തിട്ടുണ്ടാവാം. അത്രയുള്ളൂ. പോസിറ്റീവ്ന ഇൻ, നെഗറ്റീവ്ന ഔട്ട്. ഈ ഒരൊറ്റ കാര്യം ഓർത്തുവെച്ചാൽ മതി. ശരി, ഇനിയാണ് ശരിക്കുള്ള കളി. നമ്മളിപ്പോൾ പഠിച്ച 3 ആക്ടിവിറ്റീസും ആ പ്ലസ് മൈനസ് ചിഹ്നങ്ങളും വെച്ച് നമുക്ക് 8 വ്യത്യസ്ത തരം ബിസിനസ് കഥകൾ വായിച്ചെടുക്കാൻ പറ്റും. ഇത് പഠിച്ചാൽ ഏത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടാലും നിങ്ങൾക്കതിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ 8 കഥകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഇത് കണ്ടോ? ഇതാണ് നിങ്ങളുടെ എക്സാം ചീറ്റ് ഷീറ്റ്. ഈ 8 കോമ്പിനേഷൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ 8 എണ്ണം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഏത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വന്നാലും ആ കമ്പനിയുടെ കഥ നിങ്ങൾക്ക് ഈസിയായി പറയാൻ പറ്റും. അപ്പോ ആദ്യത്തെ 2 കഥകളെ നമുക്ക് ഗ്രോത്ത് സ്റ്റോറീസ് എന്ന് വിളിക്കാം. ഒന്നാമത്തെ സിനാരിയോ നോക്കൂ. എല്ലാം പോസിറ്റീവ്, പ്ലസ് പ്ലസ് പ്ലസ്. ഓപ്പറേറ്റിംഗിൽ നിന്നും ഇൻവെസ്റ്റിംഗിൽ നിന്നും ഫൈനാൻസിംഗിൽ നിന്നും പണം അകത്തേക്ക് വരുന്നു. ഇതിനർത്ഥം കമ്പനി എല്ലാ സോഴ്സിൽ നിന്നും പണം സ്വരൂപിക്കുകയാണ്, ഒരു പക്ഷേ ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടിയാകാം. ഇനി രണ്ടാമത്തെ സിനാരിയോ, ഓപ്പറേറ്റിംഗ് പോസിറ്റീവ്, ഇൻവെസ്റ്റിംഗ് നെഗറ്റീവ്, ഫൈനാൻസിംഗ് പോസിറ്റീവ്. അതായത് പ്ലസ് മൈനസ് പ്ലസ്. ഇതൊരു ക്ലാസിക് വളരുന്ന കമ്പനിയുടെ ചിത്രമാണ്. ബിസിനസ്സിൽ നിന്ന് കാശുണ്ടാക്കുന്നു, അത് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പോരാത്തതിന് കൂടുതൽ വളരാൻ ലോണും എടുക്കുന്നു. ഇനിയുള്ളതാണ് മൂന്നാമത്തെ കഥ, ഓപ്പറേറ്റിംഗ് പോസിറ്റീവ്, ഇൻവെസ്റ്റിംഗ് നെഗറ്റീവ്, ഫൈനാൻസിംഗ് നെഗറ്റീവ്. അതായത് പ്ലസ് മൈനസ് മൈനസ്. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഐഡിയൽ സിനാരിയോ. ഒരു നല്ല സ്റ്റേബിളായിട്ടുള്ള മെച്യൂർഡ് കമ്പനിയുടെ ലക്ഷണം. എങ്ങനെയെന്നാൽ
അവർ സ്വന്തം ബിസിനസ്സിൽ നിന്ന് ആവശ്യത്തിന് പണമുണ്ടാക്കുന്നു, ആ പണം ഉപയോഗിച്ച് പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നു, പഴയ കടങ്ങളൊക്കെ അടച്ചു തീർക്കുകയും ചെയ്യുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അടുത്തത് നാലാമത്തെയും അഞ്ചാമത്തെയും സാഹചര്യങ്ങളാണ്. ഇവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. സിനാരിയോ 4-ൽ -++. ഓപ്പറേറ്റിംഗിൽ ക്യാഷ് നെഗറ്റീവാണ്. അതായത് ബിസിനസ്സിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ എന്തു ചെയ്യുന്നു? പഴയ ആസ്തികൾ വിൽക്കുന്നു, പുതിയ കടം വാങ്ങുന്നു. ഇതൊരു പക്ഷേ ഒരു കമ്പനി പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതാകാം. ഇനി സിനാരിയോ 5 -++. ഇത് സാധാരണയായി ഒരു സ്റ്റാർട്ടപ്പിനെയാണ് കാണിക്കുന്നത്. ബിസിനസ് തുടങ്ങിയിട്ടേയുള്ളൂ, അപ്പോൾ ഓപ്പറേറ്റിംഗിൽ നിന്ന് പണമില്ല. പക്ഷേ ഭാവിയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പണം എവിടുന്ന് വരുന്നു? കടം വാങ്ങിയിട്ട്. ഒരു മിനിറ്റ്, ഈ കോമ്പിനേഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പറേറ്റിംഗ് നെഗറ്റീവ്, ഇൻവെസ്റ്റിംഗ് നെഗറ്റീവ്, ഫൈനാൻസിംഗും നെഗറ്റീവ്. മൈനസ്. എല്ലാത്തിൽ നിന്നും പണം പുറത്തേക്ക് മാത്രം. ഒരു ബാങ്കർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കോമ്പിനേഷനാണിത്. അതെ, ഇതാണ് ആറാമത്തെ സിനാരിയോ. -1, -3, -4. ഇതിനെ നമുക്ക് ദ റെഡ് ഫ്ലാഗ് എന്ന് തന്നെ വിളിക്കാം. എല്ലാ വഴികളിലൂടെയും പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ആ ബിസിനസ് പൂട്ടാൻ പോവാണ്, അല്ലെങ്കിൽ അവിടെ എന്തോ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. എക്സാമിനെ ഇങ്ങനെയൊരു പാറ്റേൺ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഉത്തരത്തിൽ ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് റിക്വയർഡ് എന്നെഴുതണം. അത്രയ്ക്ക് സീരിയസ് ആണ്. ഇനി അവസാനത്തെ രണ്ടെണ്ണം. സിനാരിയോ 7 -+-. ഇവിടെ ഓപ്പറേറ്റിംഗിൽ നഷ്ടമാണ്, പക്ഷെ അവർ ആസ്തികൾ വിറ്റ് പണം കണ്ടെത്തി കടം തീർക്കാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ ബിസിനസ് നിർത്തിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാവാം. ഇതിനെ ലിക്വിഡേഷൻ മോഡ് എന്ന് പറയാം. നേരെ മറിച്ച് സിനാരിയോ 8 നോക്കൂ, ++-. ഇവിടെ ഓപ്പറേറ്റിംഗിൽ ലാഭമുണ്ട്. അവർ ചില ആസ്തികൾ വിൽക്കുന്നുണ്ട്, കടം തിരിച്ചടയ്ക്കുന്നുമുണ്ട്. ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറി വിജയത്തിലേക്ക് വരുന്ന ഒരു കമ്പനിയുടെ ചിത്രമാണിത്. അപ്പോ ഈ 8 കഥകളും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇതു മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു ടോപ്പ് സ്കോറർ ആകണമെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, സുവർണ നിയമം എന്ന് തന്നെ പറയാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഈസ് ബിസിനസ് ഹെൽത്ത്. അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഒരു ബിസിനസിന്റെ യഥാർത്ഥ ആരോഗ്യം കാണിക്കുന്നത്. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ആദ്യം നോക്കേണ്ടത് ഈ നമ്പറാണ്. അത് പോസിറ്റീവാണോ? എങ്കിൽ ആ ബിസിനസ്സിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അത് തുടർച്ചയായി നെഗറ്റീവ് ആണെങ്കിലോ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് നമ്പറാണെങ്കിൽ ആ കമ്പനി വളരുകയാണെന്ന് ഉറപ്പിക്കാം. ഇനി 5 കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. 1, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് രാജാവ്. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. 2, കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. അതായത് ഒരു സ്റ്റാർട്ടപ്പിന്റെയും ഒരു വലിയ സ്റ്റേബിൾ കമ്പനിയുടെയും ക്യാഷ് ഫ്ലോ ഒരുപോലെ ആയിരിക്കില്ല. 3, ക്വാളിറ്റി ഓഫ് ഫണ്ടിംഗ്. പണം വരുന്നത് സ്വന്തം ബിസിനസ്സിൽ നിന്നാണോ അതോ കടം വാങ്ങുന്നതാണോ എന്ന് നോക്കണം. 4, ഓൾവേസ് ഡിഗ് ഡീപ്പർ. എപ്പോഴും കൂടുതൽ വിവരങ്ങൾക്കായി ശ്രമിക്കുക. 5, അധികം വരുന്ന പണം അവർ എന്തു ചെയ്യുന്നു? കടം വീട്ടാനാണോ അതോ പുതിയ ഇൻവെസ്റ്റ്മെന്റിനാണോ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിപ്പോ തിയറി എല്ലാം പഠിച്ചു. ഇനി ഇത് പരീക്ഷാ ഹാളിൽ എങ്ങനെ ഉപയോഗിക്കാം? അതിനായി ഞാൻ നിങ്ങൾക്ക് സിമ്പിളായ ഒരു 6 സ്റ്റെപ്പ് പ്ലാൻ തരാം. ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോ ഇതാണ് നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി. സ്റ്റെപ്പ് 1, ആദ്യം ആ +- ചിഹ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 2, അത് നമ്മൾ പഠിച്ച 8 സിനാരിയോകളിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3, നേരെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് നോക്കുക, കാരണം അതാണല്ലോ കിങ്. സ്റ്റെപ്പ് 4, ആ കിട്ടിയ കോമ്പിനേഷൻ ആ കമ്പനിയുടെ അവസ്ഥയുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് ലോജിക്കലായി ചിന്തിക്കുക. സ്റ്റെപ്പ് 5, നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസ് കൂടി അപ്ലോയ് ചെയ്ത് നിങ്ങളുടെ അനാലിസിസ് ഒന്നുകൂടി ഉറപ്പിക്കുക. സ്റ്റെപ്പ് 6, അവസാനം ഇതെല്ലാം ചേർത്ത് വ്യക്തമായി നിങ്ങളുടെ ഉത്തരം എഴുതുക. സിമ്പിൾ. ഇതാ ആ 8 സിനാരിയോകളും ഒരുമിച്ച് കാണിക്കുന്ന ടേബിൾ. ഇത് നിങ്ങളുടെ ഒരു സീക്രട്ട് വെപ്പണായിട്ട് കണ്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് പഠിച്ചുവെച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഒരുപാട് സമയവും ലാഭിക്കാം. അപ്പോ അവസാനം ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ 3 പില്ലറുകൾ നന്നായി മനസ്സിലാക്കുക, 8 സിനാരിയോകൾ കാണാതെ പഠിക്കുക, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഏറ്റവും പ്രധാനമെന്ന് എപ്പോഴും ഓർക്കുക. കമ്പനിയുടെ സാഹചര്യം അനുസരിച്ച് വേണം അനലൈസ് ചെയ്യാൻ. ആ റെഡ് ഫ്ലാഗ്, അതായത് 6ാമത്തെ സിനാരിയോ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. കിട്ടാവുന്നത്രയും സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക.
അപ്പോ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഏത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വന്നാലും അതിലെ അക്കങ്ങൾ പറയുന്ന കഥ ഡീകോഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? തീർച്ചയായും നിങ്ങൾ റെഡിയാണ്. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക.